1998 ഈ റിലീജിയസ് ആക്റ്റിൽ പറയുന്നത്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റിൽ പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ കൊടികളോ കൊടിതോരണങ്ങളോ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചിഹ്നങ്ങളോ മത ആരാധനാലയങ്ങളുടെ പരിസരത്ത് പാടില്ല, ആ ക്ഷേത്ര അങ്കണങ്ങളിൽ പാടില്ല എന്നുള്ളതാണ്. അതിലും പ്രസക്തമായ ചോദ്യമാണ് ചെഗുവേരയും ഭഗവതിയും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒരുപക്ഷെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് കണ്ടെത്താനൊക്കെ ശ്രമിക്കാം. ചെഗുവേര പറഞ്ഞിട്ടുണ്ട്, ഏത് നഗരത്തിൽ അനീതി കണ്ടെത്തിയാലും അന്ന് സായാഹ്നത്തിന് മുമ്പ് ആ നഗരം കത്തിച്ചാമ്പലാവണം എന്ന് പറയുന്നുണ്ട്. ഭഗവതിയും അനീതിയെ ചുട്ടു ചാമ്പലാക്കിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലപ്പതികാരത്തിൽ കേട്ടിട്ടുണ്ട്, കണ്ണകിയുടെ കഥയായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണകിയും ചെഗുവേരയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണോ ഇവർ പറഞ്ഞു വരുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഗണഗീതവും കോട്ടിക്കലെ ക്ഷേത്രോത്സവവും തമ്മിലും ബന്ധമുണ്ടെന്ന് മറ്റുള്ളവരും പറയും. അപ്പോൾ ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും രാഷ്ട്രീയമായിട്ട് താല്പര്യമുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയാൽ അത് വല്ലാത്ത പ്രശ്നമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആക്ട് നമ്മുടെ മുന്നിലുണ്ട്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിഷൻ ഓഫ് മിസ്യൂസ് ആക്ട് 1998. അതുപ്രകാരം ഇത്തരം കൊടിത്തോരണങ്ങൾ, രാഷ്ട്രീയ കൊടിത്തോരണങ്ങൾ ക്ഷേത്ര പരിസരങ്ങളിൽ പാടില്ല എന്ന് തന്നെയാണ്.